നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം, ഏത് മുന്നേറ്റം സിനിമാ രംഗത്ത്, അതിൻ്റെ ടെക്നിക്കൽ രംഗത്ത് എന്ത് മുന്നേറ്റം ഉണ്ടായാലും അത് ആദ്യം പരീക്ഷിക്കുന്നവരിൽ അല്ലെങ്കിൽ അത് ആദ്യം അടുത്തറിയുന്നവരിൽ മലയാളികളുണ്ട് എന്നുള്ളതാണ്. 3D സ്റ്റീരിയോസ്കോപ്പി എന്ന ഈ വിഭാഗത്തിൽ മലയാളികൾക്ക് ഭാവിയിൽ പറയാൻ കഴിയുന്ന ഒരു നാമധേയം ഇരിഞ്ഞാലക്കുടക്കാരൻ ജീമോൻ. 3D സ്റ്റീരിയോസ്കോപ്പി എന്നൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ല. എൻ്റെ പ്രേക്ഷകർക്കും അത്ര അധികം അതിനെക്കുറിച്ച് അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ ഒരു വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് സാധാരണ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു രീതിയിൽ അതിനൊന്ന് വിശദീകരിക്കാം. 3D എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിൽ 3D ആനിമേഷൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ്. അതായത് 2D ചിത്രങ്ങൾ നമ്മൾ കണ്ട് അതിനുശേഷം പെട്ടെന്ന് തന്നെ 3D ആനിമേഷൻ തരംഗമുണ്ടായി. അപ്പോൾ 3D ഒബ്ജക്റ്റുകളായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ഉപാധിയാണ് നമ്മൾ 3D ആനിമേഷൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷേ 3D എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് നമ്മുടെ കണ്ണുകൾക്ക് അടുത്ത് കാണാൻ സാധിക്കുന്ന വിധത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ബേസിക്കലി 3D എന്ന് പറയുന്നത്. അതിനെ നമ്മൾ 3D സ്റ്റീരിയോസ്കോപ്പി എന്നാണ് വിശേഷിപ്പിക്കുക. 2 ക്യാമറയിലൂടെ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. അത് ഷൂട്ട് ചെയ്ത് കിട്ടുന്ന 2 ഇമേജസ് നമ്മൾ കാണുന്നത് ലെഫ്റ്റും റൈറ്റും കണ്ണിലൂടെ ഒരു ആംഗിളിലുള്ള ഒരു ഇമേജ് ഒരു കണ്ണിലും മറ്റൊരു ആംഗിളിലുള്ള ഇമേജ് മറ്റൊരു കണ്ണിലും നമ്മൾ കാണുന്നത് നമ്മുടെ ബ്രെയിനിൽ പോയി ബ്രെയിൻ മാപ്പിംഗ് നടക്കുന്നു. ആ ഒരു ടെക്നോളജി നമുക്ക് ആ സമയത്ത് വിഷ്വലിൽ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് 3D. 2 ഇപ്പോൾ കഥാപാത്രങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഇടയിലെ ഒരു സ്പേസ് സാധാരണ നമ്മുടെ സിനിമകളിൽ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അത് നമ്മൾ നല്ല സിനിമാറ്റോഗ്രാഫേഴ്സ് ലൈറ്റിംഗ് കൊണ്ടും ഒക്കെ കുറേയൊക്കെ ഫീൽ ചെയ്യിക്കാൻ ഡെപ്ത് ഉണ്ടാക്കാം. പക്ഷെ ഇതിൽ 2 പേര് നിൽക്കുന്ന തമ്മിലുള്ള അകലം കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഒരു രണ്ട് പേര് നിൽക്കുന്നത് 2 ആംഗിളിലൂടെയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ഇടത് കണ്ണ് ലെഫ്റ്റ് സൈഡിലുള്ള ക്യാമറ ആംഗിളിലൂടെ, ക്യാമറ രണ്ടും കൺവെർജ് ക്യാമറയായിട്ട് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സാറിന് ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ക്യാമറ വെച്ചാൽ ലെഫ്റ്റ് ആംഗിളിലുള്ള ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് ഈ സൈഡായിരിക്കും, അതുപോലെ റൈറ്റ് സൈഡിലുള്ള ക്യാമറ ഈ സൈഡായിരിക്കും. ഈ 2 ഇമേജും ചേർന്നിട്ട് നമ്മുടെ ബ്രെയിനിൽ പോയിട്ട് മെർജ് ചെയ്തിട്ടാണ് നമുക്ക് 3D ഫീലിംഗ് തോന്നുന്നത്. ഈ ടെക്നോളജിയുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്താണ്? ഞാനൊരു ഇപ്പോൾ റീസെൻ്റായിട്ടൊരു ലാബിൽ ഒരു തമിഴ് 3D സിനിമയുടെ കുറച്ച് റീലുകൾ അവരെനിക്ക് കാണിച്ചത് 3D വരാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിലെനിക്ക് തോന്നിയൊരു കാര്യം, ഫിഗേഴ്സിന് മറ്റ് നമ്മുടെ സാധാരണ 2D സിനിമകളിൽ നമുക്ക് തോന്നിക്കുന്ന ഒരു ആളുടെ ഫിഗറിൻ്റെ ഒരു സൈസും കാര്യങ്ങളും കുറയുന്ന പോലെ എനിക്കൊരു ഫീലിംഗ് തോന്നി 3D കണ്ടപ്പോൾ. എന്നുവെച്ചാൽ ഒരു ആക്ച്വൽ സൈസിലേക്ക് വരികയോ അങ്ങനെ എന്തോ സംഭവിക്കുന്നുണ്ടോ? ബേസിക്കലി അത് ഒരു റിയാലിറ്റിയിലോട്ട് അടുക്കുകയാണ് നമ്മൾ 3Dയിൽ. നമുക്ക് ടച്ച് ചെയ്യുന്നൊരു ഫീലിംഗ് ആണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ നഗ്ന കണ്ണുകൾ കൊണ്ട് നമുക്ക് തോന്നുന്ന അതേ പെർസ്പെക്റ്റീവ് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ നിന്നും പുറത്ത് നിൽക്കുക, സ്ക്രീനിൽ നിന്നും വളരെ അകലെ നിൽക്കുക, അങ്ങനെ ഒരു കാഴ്ചപ്പാട് അതിനകത്തുണ്ട്. സിനിമയിൽ ഉള്ള ചില സൂത്രപ്പണികൾ അതോടുകൂടി പൊളിഞ്ഞു പോകും. തീരെ ഉയരം സൈസൊന്നും ഇല്ലാത്തവരാണ് നമ്മുടെ പല നായകന്മാരും. പക്ഷേ സിനിമയിൽ മാത്രം അവരെ കണ്ടിട്ടുള്ളവർ അവരൊക്കെ ഭയങ്കര ഹൈറ്റുള്ള ആചാരബാഹുക്കളാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ 3D വരുമ്പോൾ അവരുടെ ആക്ച്വൽ സൈസ് വെളിവാക്കപ്പെടും. ഇല്ല, ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ക്യാമറ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ആ സമയത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒരു 3D ക്യാമറ കിട്ടിയത് കൊണ്ട് നമുക്ക് ഷൂട്ടിംഗ് പൂർത്തിയാകുന്നില്ല. ആ സമയത്ത് തന്നെ നമുക്ക് 3D ആയിട്ട് വ്യൂ ചെയ്യാനുള്ള സംവിധാനങ്ങളും ഇപ്പോൾ നിലവിലുണ്ട്. മുൻപ് നമുക്ക് അതിന് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ലൈവ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ 3D കാണാം. അപ്പോൾ അതിൻ്റെ ഈ പറയുന്ന രീതിയിലുള്ള ലിമിറ്റേഷൻസൊക്കെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് ക്യാമറ സെറ്റ് ചെയ്ത് നമുക്ക് എടുക്കാനുള്ള സംവിധാനമുണ്ട്. അല്ല, ഇപ്പോൾ 3Dയിൽ ഷൂട്ട് ചെയ്താലും നമ്മുടെ നോർമൽ പ്രിൻ്റ് എടുക്കാൻ പറ്റുമോ അതിന്? തീർച്ചയായിട്ടും. നമുക്ക് അതിനകത്ത് 2 ഇമേജ്, ലെഫ്റ്റിലും റൈറ്റിലും 2 ഇമേജ് ഫൂട്ടേജസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഇമേജിനെ, ലെഫ്റ്റ് ഇമേജിനെ നമുക്ക് 2D സിനിമയായിട്ട് തന്നെ കാണാം. 2ഉം കൂടെ ഉപയോഗിച്ച് നമുക്ക് 3D സിനിമയായിട്ട് കാണാം. ബേസിക്കലി 3D ടെക്നോളജി ഇനി എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തേ മതിയോ. കാരണം ടെക്നോളജി വളരെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ TV ഇറങ്ങിയിട്ടുണ്ട്, മൊബൈൽ ഇറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ 3D ക്യാമറാസ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ എവിടെയാണ്, അല്ലെങ്കിൽ ഈവൻ ചാനൽസ്, പക്ഷേ എവിടെയാണ് അതിൻ്റെ കണ്ടൻറ്റ് നിലവിൽ നമുക്ക് കിട്ടുന്നില്ല. പഴയ കണ്ടൻറ്റുകളൊന്നും തന്നെ 3Dയിൽ ഷൂട്ട് ചെയ്തിട്ടില്ല. 1-2 ചിത്രങ്ങൾ ഒഴികെ ബാക്കിയുള്ളതെല്ലാം 2Dയിലാണ്. അപ്പോൾ ഇപ്പോൾ 2Dയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമ 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ബേസിക്കലി നമ്മുടെ കമ്പനി എപ്പിക് സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു 2D to 3D കൺവേർഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റോട് കൂടിയാണ്.
നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു പഴശ്ശിരാജ സിനിമയുടെ 1 മിനിറ്റ് ക്ലിപ്പാണ് അതിൻ്റെ നമ്മുടെ പരീക്ഷണശാലയായിട്ട് നമ്മൾ ഉപയോഗിച്ചത്. കഴിഞ്ഞ ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ ഒരു 1 മിനിറ്റ് ഞാൻ 2Dയിൽ നിന്നും അതിനെ 3Dയിലോട്ട് കൺവേർട്ട് ചെയ്തു. അത് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് ഒരു ദുർഘടം പിടിച്ച ഒരു പ്രോസസ്സാണ്. കാരണം നമ്മളുടെ 1 സെക്കൻഡ് എന്ന് പറയുന്നത് 24 ഫ്രെയിം ചേർന്നിട്ടുള്ള ഒരു സീക്വൻസ് ആണല്ലോ. ആ ഓരോ ഫ്രെയിമിനെയും നമ്മൾ ഇൻഡിവിജ്വലി അതിനെ ഓരോ ഒബ്ജക്റ്റിനെയും ലെയറായിട്ട് കട്ട് ചെയ്തെടുത്ത് അതിന് ഡെപ്ത് കൊടുത്താലാണ് നമുക്ക് 3D ആയിട്ട് അതിനകത്ത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1 മിനിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ എഫേർട്ട് അതിനകത്തുണ്ട്. ഇപ്പോൾ 24 ഫ്രെയിംസ് ഒരാൾക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഫ്രെയിംസ് എന്ന് പറയുന്നത് 40 ഫ്രെയിംസ് ആണ്. അപ്പോൾ 1.5 സെക്കൻഡ് ഔട്ട്പുട്ടാണ് മാക്സിമം ഒരു ദിവസം ഒരാൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, ഇപ്പോൾ അതിന് റോട്ടോസ്കോപ്പി എന്ന് പറയുന്ന പ്രോസസ്സാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുക. അതിനുശേഷം അതിനകത്ത് ഡെപ്ത് കൊടുക്കുന്നൊരു പ്രോസസ്സുണ്ട്, ഫൈനൽ നമ്മൾ കോമ്പോസിറ്റിംഗ് ഉണ്ട്. ഇതെല്ലാം ചേർന്ന് വരുമ്പോൾ മാക്സിമം ഒരു വ്യക്തിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 സെക്കൻഡ് താഴെയായിരിക്കാം. അപ്പോൾ അങ്ങനെ നിരവധി പേരിരുന്നിട്ടാണ് നമുക്കൊരു സിനിമ കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ 1 മിനിറ്റ് അന്ന് വീട്ടിലിരുന്നു കൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അത് വളരെ വിജയകരമായിട്ട് അന്ന് അവിടെ പ്രദർശിപ്പിച്ച് നമുക്കൊരു വളരെ പബ്ലിസിറ്റി കിട്ടി. അതിൻ്റെ ബേസിൽ തന്നെ ബോളിവുഡിൽ നിന്നും പിന്നീട് ഇപ്പോൾ നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് നമുക്ക് നല്ല എൻക്വയറീസ് ഈ മൂവി കൺവേർഷൻ കിട്ടുകയും ഒരുപാട് സിനിമ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ സെയിൻ ഡ്രാക്കുള എന്ന് പറയുന്ന ഒരു സിനിമ ബിസ് TV നെറ്റ്വർക്കിൻ്റെ പ്രൊഡക്ഷനിലുള്ള സിനിമ, ഹോളിവുഡ് മൂവിയാണ്. രൂപേഷ് പോളാണ് അതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ആ സിനിമയിൽ ഒരു ഹോളിവുഡ് മൂവി ആയതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഒരു വലിയൊരു സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അതിൽ ഫുൾ 3D കോമ്പോസിറ്റിംഗ്, വിഷ്വൽ എഫക്ട്സ് എല്ലാം നമുക്ക് ചെയ്യാനുള്ളൊരു അവസരം നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു.